വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിൽ ഒരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ഇതിലോട്ടിട്ട് നന്നായിട്ട് വറുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. മസാല നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം കേട്ടോ. മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് എണ്ണ ചൂടായപ്പോൾ ഒരു വലിയ സവോള കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കിലോളം ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഇടണം. ഇതിൻ്റെ കൂടെയിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറച്ചി ഒരു പകുതി വേവ് ആവുന്നത് വരെ ഇതിൽ കിടന്ന് വേവേണ്ടതുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് മസാല പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുകയാണ്. മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം സിമ്മിൽ, അതായത് ഏറ്റവും കുറഞ്ഞ തീയിൽ. വളരെ ചെറിയ തീയിലാണ് ഇനി വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.